ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള മനോഭാവമുണ്ട്, സാഹചര്യമുണ്ട്. അതനുസരിച്ച് മാത്രമേ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓരോ സമയത്തെ വികാര വിചാരങ്ങൾക്കനുസരിച്ച് ആഗ്രഹങ്ങൾക്കും മാറ്റം വരും. ചില ആഗ്രഹങ്ങൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റും, ചിലത് സങ്കല്പത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കും. ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും ആകർഷണം വരുന്ന പല ഘടകങ്ങളുമുണ്ട്. പ്രത്യേകിച്ചും പങ്കാളികളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് പരസ്പരം ഇഷ്ടം കൂടുതലായിട്ട് വേണം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ലൈംഗികതയിൽ ആകർഷണവും താല്പര്യവും കൂടുതൽ തോന്നിപ്പിക്കാൻ പങ്കാളികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഏത് സാഹചര്യത്തിലാണ് പ്രത്യേകിച്ചും സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് ഇതിനകത്തൊരു മെച്യൂരിറ്റി ഉണ്ടാകുന്നത്? സ്വന്തം വികാര വിചാരങ്ങളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും അതിന് അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് അവർക്ക് പുരുഷനോട് ആകർഷണം കൂടുതലായിരിക്കും. എന്നുവെച്ചാൽ ഇതിനകത്ത് പുരുഷൻ എന്താണോ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്, സങ്കല്പിക്കുന്നത്, അതനുസരിച്ചായിരിക്കും ഇവരുടെ ഓരോ അവയവങ്ങളും. ഇപ്പോൾ ഏത് പ്രായമാണെങ്കിലും ആ പ്രായത്തെ കളർഫുള്ളാക്കുന്ന ചില കാര്യങ്ങളുണ്ടാകുമല്ലോ. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും നമുക്കൊരു ഹാപ്പി മൂഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് മാറി ചിന്തിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഫോർ പ്ലേ ആണെങ്കിൽ തന്നെ രണ്ട് രീതിയിൽ അത് തുടങ്ങാൻ പറ്റും. ഒന്ന് മുകളിൽ നിന്നും, മറ്റൊന്ന് താഴെ നിന്നും. പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് അവർ ചുംബനത്തിന് അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യമുള്ളവർക്ക് ചുണ്ടും നാവും ഉപയോഗിച്ച് ചെയ്യുന്ന രീതിയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. എന്നാൽ കാമത്തിൻ്റെ ഊർജം കൂടുതലുള്ളവരെ സംബന്ധിച്ച് ഫോർ പ്ലേയുടെ രീതിക്കും വ്യത്യാസമുണ്ട്. ചിലരെ സംബന്ധിച്ച് പാദങ്ങൾക്ക്, കാലുകൾക്ക് ഒരു പ്രത്യേക ആകർഷണം കൂടുതലാണ്. ഇത് ചുമ്മാതങ്ങുണ്ടാകുന്നതല്ല, അവരതുപോലെ കെയർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയധികം ആകർഷണം? നിഗൂഢമായിട്ടുള്ള എന്തിനെയോ ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പാദത്തിൻ്റെ മുകളിലേക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഫോർ പ്ലേ സമയത്താണ്. ഇപ്പോൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ പ്രധാനപ്പെട്ട ഇതിനകത്തുള്ളൊരു ലക്ഷ്യമെന്ന് പറയുന്നത് പങ്കാളിയെ ഒരു പ്രത്യേക മൂഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കാലിൻ്റെ എല്ലാ മസിൽസും റിലാക്സ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രെയിനും മനസ്സും എല്ലാം റിലാക്സ് ആവും. ഈ സമയത്ത് തുടകളുടെ ഭാഗത്ത് ചെയ്യുന്ന ചില ക്രിയകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അവിടുത്തെ പ്ലഷർ പോയിൻറ്റ്സുകളിൽ വരുന്ന സ്പർശനം പങ്കാളിയെ ഒരു പ്രത്യേക തലത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സാഹചര്യത്തിൽ കാമത്തിൻ്റേതായ ഊർജം കുറച്ച് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് സ്ത്രീകളെ സംബന്ധിച്ച് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ചില പ്രത്യേകതകളുണ്ട്. ചിലർക്കാണെങ്കിൽ ചില രീതികളോട് വല്ലാത്ത ക്രേസാണ്, അവർക്കത് മാത്രം മതി. പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ച് ഈ സമയത്ത് മനസ്സ് കേന്ദ്രീകരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. പങ്കാളിയുടെ കൈകൾ എവിടൊക്കെയാണ് കൂടുതൽ പ്രവർത്തനം നടത്തുന്നത് അതിനെപ്പറ്റി ഒരു മുൻവിധിയുണ്ട്. ഇവിടെ ഏത് രീതിയാണെങ്കിലും ഏത് മെത്തേഡാണെങ്കിലും അത് സ്വീകരിക്കാനായിട്ട് മനസ്സും ശരീരവും തയ്യാറാകണം. സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് അവരുടെ കാമത്തെ കൂട്ടാനായിട്ട് ആരെയാണോ ആശ്രയിക്കുന്നത് അവരുടെ സാമീപ്യം, സ്പർശനം, ഇതൊക്കെ തന്നെ അവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എനർജി ലെവലിനെ കൂട്ടുന്നുണ്ട്. കാലുകളിൽ ലൈറ്റായിട്ട് മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, എവിടെ ഫോക്കസ് ചെയ്യുന്നു, ഏത് തരത്തിലുള്ള ഫാൻറ്റസി കാണുന്നു, ഇതൊക്കെ വളരെ പ്രധാനമാണ്. പലർക്കും ഇതിനകത്തൊരു സംതൃപ്തി കിട്ടാത്തതിൻ്റെ കാരണം പങ്കാളി ചില ക്രിയകൾ ചെയ്യുമ്പോൾ മനസ്സ് അതനുസരിച്ച് പ്രവർത്തിക്കാത്തതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ലൈംഗികത ആനന്ദകരമാക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് പല മേഖലകളിൽ കൂടിയും സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ച് ഈ ഒരു ഭാഗത്തിനോട് ഒരു പ്രത്യേക താല്പര്യം കൂടുതലാണ്. കാരണം അവരുടെ സങ്കല്പത്തിനകത്ത് തന്നെ ഇതിൻ്റെ ചില ചലനങ്ങൾ മാറി മാറി വരുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അവരുടെ ലക്ഷ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാതിലാണല്ലോ ഇത്. പുരുഷന്മാരെ സംബന്ധിച്ച് സുന്ദരമായതിനോടെന്തും അവർക്കൊരു പ്രത്യേക ആകർഷണമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ കാൽപാദം, കാലുകൾ എങ്ങനെ പരിചരിക്കുന്നു, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇതൊക്കെ തന്നെ പുരുഷൻ അവരോടുള്ള താല്പര്യം കൂട്ടുന്ന കാര്യമാണ്. അതുപോലെ ഏതൊക്കെ ഭാഗത്ത് രോമങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നൊരു ധാരണയും അവർക്കുണ്ട്. ഈ മെത്തേഡുകളൊക്കെ ഇഷ്ടപ്പെടുന്നതിൻ്റെ പിന്നിലും ഒരു കാര്യമുണ്ട് കേട്ടോ. അവർക്ക് കൂടുതലും ആത്മവിശ്വാസം കിട്ടുന്ന ഏത് ഭാഗമാണോ അവിടെ കൂടുതലും പങ്കാളിയെ കൊണ്ട് ഫോക്കസ് ചെയ്യിപ്പിക്കും. പ്രത്യേകിച്ചും ചില പ്രഷർ പോയിൻറ്റ്സിലൊക്കെ ചുണ്ടുകൾ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടുത്തെ രക്തയോട്ടം നന്നായിട്ട് വർദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല കുറച്ച് ഹാർഡായിട്ടുള്ള സ്ട്രോക്കുകളും ചില സമയത്ത് വേണം. ഇതിനകത്തുള്ള ഓരോ രീതിയിലും അതനുസരിച്ചുള്ള സങ്കല്പം കൂടെ വന്നാൽ ഒരു പ്രത്യേക രസമായിരിക്കും. ഇപ്പോൾ മുകളിൽ വരുന്ന സമയത്തുള്ള ആ ഒരു സങ്കല്പം, അതുപോലെ നാവ് കൊണ്ടുള്ള സമയത്തുള്ള സങ്കല്പം, അതിനൊക്കെ ചില പ്രത്യേകതകളുണ്ട്.
മിക്കവാറും സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് സ്പർശനത്തിൽ കൂടിയും ഷെയറിങ്ങിൽ കൂടിയാണ് ഈ ഒരു മൂഡിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കിഷ്ടമുള്ള പങ്കാളിയോട് ഈ സമയത്തൊരു ആകർഷണം കൂടുതലായിരിക്കും. ചില ദിവസങ്ങളിൽ ഇതൊക്കെ ആസ്വദിക്കാൻ നമുക്ക് നല്ല മൂഡായിരിക്കും. എന്നുവെച്ചാൽ ശരീരം നമ്മളെ അറിയിക്കുന്നുണ്ട്. പക്ഷേ ചില ദിവസങ്ങളിൽ നമുക്കൊരു മൂഡില്ല, പക്ഷേ പങ്കാളിക്ക് നല്ല താല്പര്യമുണ്ട്. ഈ സമയത്ത് നമ്മുടെ മൂഡ് വർദ്ധിപ്പിക്കാനും നല്ലൊരു എനർജി ലെവൽ ക്രിയേറ്റ് ചെയ്യാനും കാലുകളിൽ ചെയ്യുന്ന ചില ക്രിയകൾക്ക് പറ്റും. ചിലരെ സംബന്ധിച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളവരുണ്ട്, അവർക്കും ഇതൊരു നല്ലൊരു മെത്തേഡാണ്. ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതനുസരിച്ച് നമ്മുടെ മനസ്സിൻ്റെ ചില വികാരങ്ങൾക്കും മാറ്റം വരുന്നുണ്ട്. ബ്രെയിനിൽ നിന്നും വരുന്ന നെർവ് എൻഡിങ്സ് ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ കാൽപാദങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ കിട്ടുന്ന സ്പർശനം, പ്രസ്സിങ് ഒക്കെ തന്നെ അവിടുത്തെ രക്തയോട്ടത്തെ കൂട്ടുക മാത്രമല്ല, നമ്മുടെ മൂഡും മാറുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യായാമം കൂടാണ്. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ വികാരത്തിൻ്റെ ഒരു ഫ്രീക്വൻസി ഉണ്ടല്ലോ, കാലുകളിൽ അറിയാൻ പറ്റും. എന്നുവെച്ചാൽ തുടക്കത്തിൽ തന്നെ കാലുകൾ ഒരു പ്രത്യേക രീതിയിൽ ചലിപ്പിച്ചെങ്കിൽ മാത്രമേ അവർക്ക് കാമത്തിൻ്റെ ഊർജ്ജത്തെ കൂട്ടാൻ പറ്റത്തുള്ളൂ. ഈ സമയം തുടകളുടെ ഉൾവശത്തേക്ക് സ്വാഭാവികമായിട്ടും മനസ്സ് പോകാറുണ്ട്. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ആകർഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് വസ്ത്രമാണ്. ഏത് ഫാൻറ്റസി ആണെങ്കിലും അതിനകത്ത് വസ്ത്രത്തിൽ കൂടി കാലുകളെ കാണുന്നതാണ് അതിൻ്റെ ഒരു രീതി. പുരുഷനെ സംബന്ധിച്ച് എപ്പോഴും അവരുടെ ഒരു ബ്രെയിൻ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ മറഞ്ഞിരിക്കുന്നത് കാണാനാ ആകാംക്ഷ കൂടുതൽ. അതുപോലെ റൂമിലാണെങ്കിലും ലൈറ്റായിട്ടുള്ളൊരു പ്രകാശം നല്ലതാണ്. സ്ത്രീകളെ സംബന്ധിച്ച് പൊതുവെ ഈ ഒരു സാഹചര്യത്തിൽ കണ്ണുകൾ അടഞ്ഞ അവസ്ഥയിൽ മാത്രമേ അവർക്ക് കൂടുതലായിട്ട് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഈ സമയത്ത് അവരെ സംബന്ധിച്ച് ചിന്തകൾക്ക് പ്രാധാന്യമില്ല, എക്സ്പീരിയൻസിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. എന്നാൽ ഈ സമയത്ത് സൂക്ഷ്മമായിട്ടുള്ള അവ്യക്തമായിട്ടുള്ളൊരു സങ്കല്പമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ക്രിസരിയുടെ ഭാഗത്ത് ചെയ്യുന്ന ക്രിയകൾക്ക് ഒരു സമയമുണ്ട്, എങ്കിൽ മാത്രമേ ബ്രെയിൻ സിസ്റ്റം അത് കൂടുതലായിട്ട് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ പങ്കാളിയോട് കൂടുതൽ ആകർഷണം തോന്നാനും ഒരടുപ്പം തോന്നാനും പുരുഷന് വേണ്ടത് ഏതോ കാര്യത്തിലുള്ള ആകാംക്ഷയാണ്. ചിലരെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു കാര്യം നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ചില സാഹചര്യത്തിൽ അവരുടെ ഒരു ചുംബനം മതി, അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള സംസാരം മതി, നോട്ടം മതി പുരുഷന് മൂടാവാൻ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഈ സന്തോഷവും സംതൃപ്തിയൊക്കെ തരുന്നത് നമ്മുടെ ശരീരമാണ്. അതുകൊണ്ട് അതിനെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ വേണം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.